ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബേബി ഫ്രോക്കാണ്. അത് അംബ്രല്ല കട്ടിങ്ങിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു തിയറി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതിപ്പോൾ തിയറിയുടെ ബോഡി പാർട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. താഴെ സ്കേർട്ടിൻ്റെ പാർട്ടാണ്. ആദ്യമേ തന്നെ 0-1 അതായത് ബോഡി ഇറക്കം പ്ലസ് 1 ഇഞ്ച്. 0-1 എന്ന് പറയുന്നത് ഇതാണ് ബോഡി ഇറക്കം. പ്ലസ് നമ്മൾ അതിനെ കൂടി 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. 0-2 ഷോൾഡറിൻ്റെ പകുതി. 2-3 കൈക്കുഴി. 4-5 ചെസ്റ്റിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച്. 1-6 എന്ന് പറയുന്നത് അടിഭാഗത്തെ വണ്ണമാണ്, അതായത് ബോഡിയുടെ അടിഭാഗത്തെ വണ്ണമാണ്. അതിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച്. 0-7 കഴുത്തകലം. 0-8 ബാക്ക് കഴുത്തിരിവ്. 0-9 ഫ്രണ്ട് കഴുത്തിരിവ്. 7-2 എന്ന് പറയുന്നത് ഷോൾഡർ വീതിയാണ്. ഇനി ഇത് സ്കേർട്ടിൻ്റെ പോർഷനാണ്. 0-1 എന്ന് പറയുന്നത് സ്കേർട്ടിൻ്റെ ഇറക്കം പ്ലസ് നമ്മൾ അതിനെ കൂടി 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. പിന്നെ 0-2 എന്ന് പറയുന്നത് സ്കേർട്ടിൻ്റെ വീതി, അതായത് വണ്ണമാണ്. അത് മുകൾ ഭാഗത്തെയും ഉണ്ട്, താഴ്ഭാഗത്തെയും ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ബേബി ഫ്രോക്ക് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 മീറ്റർ തുണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത്. ലൈനിങ് 1 മീറ്ററും ഫ്രോക്കിൻ്റെ തുണി 1.5 മീറ്ററുമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു അംബ്രല്ല കട്ടിങ്ങിലെ ബേബി ഫ്രോക്കാണ്. ഞാനിപ്പോൾ ഈ ഫ്രോക്കിൽ നിന്നാണ് അളവെടുത്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ വളരെയധികം അംബ്രല്ല കട്ടിങ്ങിലാണ് ഈ ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ഞാനിപ്പോൾ അളവെടുത്ത് കാണിക്കുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ ബോഡി ഇറക്കം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഈ ഫ്രോക്കിൻ്റെ ബോഡി ഇറക്കം. ഇവിടെ മുതൽ ഇവിടം വരെയാണ് ബോഡി ഇറക്കം. അപ്പോൾ 0-1 എന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ 0-1 എന്ന് പറയുന്ന പോർഷൻ ഈ ഫ്രോക്കിൽ വരുമ്പോൾ 0-1 ഇതാണ് ബോഡി ഇറക്കം. നമുക്ക് ആ ബോഡി ഇറക്കം ഇപ്പോൾ തന്നെ ഞാനിങ്ങോട്ട് എഴുതി വെക്കുകയാണ്. 9 ഇഞ്ചാണ് ഇതിൻ്റെ ബോഡി ഇറക്കം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് 0-2 അതായത് ഷോൾഡറിൻ്റെ പകുതി. 0-2 ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതായത് 0-2 ഇതാണ് പോർഷനാണ് 0-2. അത് എത്രയാണെന്ന് ഞാൻ അളവെടുക്കുകയാണ്. 8 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ വീതി. അപ്പോൾ ഷോൾഡർ 8 ഇഞ്ച് എന്ന് എഴുതി. ഇനി കൈക്കുഴി. കൈക്കുഴി എന്ന് പറയുന്നത് ഈ 2-3 എന്ന് പറയുന്ന ഭാഗം ഫ്രോക്കിൽ ഇതാണ് 2-3 എന്ന് പറയുന്ന ഭാഗം. അത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് കൈക്കുഴി. അപ്പോൾ കൈക്കുഴി ഇവിടെ നിന്ന് എടുക്കുകയാണ്. 4.5 ഇഞ്ചാണ് ഇതിൻ്റെ കൈക്കുഴി. ഈ എൻഡിങ് വരെയാണ് ഇതിൻ്റെ കൈക്കുഴി. 5 ഇഞ്ചിലേക്ക് പോകരുത്. 4.5 ഇതിൻ്റെ കൈക്കുഴി. അപ്പോൾ കൈക്കുഴിയും ഇവിടെ അളന്നെഴുതി. ഇനി 4-5 അതായത് ചെസ്റ്റ്. 4-5 ഇവിടെ അളക്കുകയാണ്. ചെസ്റ്റ് അളക്കുന്നത് ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയാണ് ചെസ്റ്റ് അളക്കുന്നത്. 12 ഇഞ്ചാണ് ചെസ്റ്റ്. അതും ഇവിടെ ഞാൻ എഴുതുകയാണ് 12 എന്ന്. ഇനി 1-6 അതായത് അടിഭാഗവണ്ണമാണ് 1-6. അത് ഇതാണ് അടിഭാഗവണ്ണം. അതും 12 തന്നെയാണ് ഇതിൻ്റെ അടിഭാഗവണ്ണവും അളന്നിരിക്കുന്നത്. നമുക്ക് ഷേപ്പ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് എഴുതാം. ഇതിപ്പോൾ വള്ളി കൊണ്ട് കെട്ടുന്നത് കൊണ്ട് ഓൾറെഡി ഷേപ്പായി തന്നെ നമുക്ക് ബോഡി ഷേപ്പായി തന്നെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഇത്തിരി വണ്ണം കൂടുകയാണെങ്കിൽ തന്നെ വലിയ കുഴപ്പം വരില്ല. ഇപ്പോൾ 12 ഇഞ്ച് തന്നെയാണ് അടിഭാഗ വണ്ണവും. ഇനി 0-7 അതായത് കഴുത്തകലമാണ്. അത് നമുക്ക് നോക്കാം. ഇതാണ് 0-7 എന്ന് പറയുന്ന പോർഷനാണ് ഇത്. കഴുത്തകലം 4 ഇഞ്ചാണ് ഇതിൻ്റെ കഴുത്തകലം. അപ്പോൾ അതിൻ്റെ പകുതി ഞാനിപ്പോൾ ടോട്ടൽ 4 ഇഞ്ച് ഇതിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതിയാണ് നമ്മൾ തുണിയിൽ എടുക്കുന്നത്. പകുതി 2 പറഞ്ഞ് ഞാനിപ്പോൾ ഈ ഗ്രാഫിൽ ഈ തിയറിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 0-8 ബാക്ക് കഴുത്തിരിവ്. ബാക്ക് കഴുത്തിരിവ് 2 ഇഞ്ചാണ് ഇതിൻ്റെ ബാക്കിലെ കഴുത്തിരിവ്. ഇനി ഫ്രണ്ട് കഴുത്തിരിവ്. ഫ്രണ്ട് കഴുത്തിരിവ് 4 ഇഞ്ചാണ് ഇതിൻ്റെ ഫ്രണ്ട് കഴുത്തിരിവ്. ഇനി ഷോൾഡറിൻ്റെ വീതി, അതായത് ഇതാണ് ഷോൾഡറിൻ്റെ വീതി. അതും ഇതിൽ കൂടി എടുക്കുകയാണ് 2 ഇഞ്ച് ഷോൾഡർ വീതി.
ഇനിയിപ്പോൾ ഞാനിവിടെ കൈയിൻ്റെ തിയറി സെപ്പറേറ്റ് ഞാൻ വരച്ചിട്ടില്ല. സാധാരണ ഫ്രോക്കിൽ ചില ഫ്രോക്കിൽ കൈ ഉണ്ടാവും, ചില ഫ്രോക്കിൽ കൈ ഉണ്ടാവില്ല. അപ്പോൾ അത് വെക്കേണ്ടത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ഫ്രോക്ക് ഇവിടെ തയ്ച്ചപ്പോൾ ഞാൻ ചെറിയൊരു കൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ക്രോസ് പീസിലെ കൈയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതേ കൈ തന്നെയാണ് ഞാൻ ഇവിടെയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം, ക്രോസ് പീസിൽ എങ്ങനെയാണ് കൈ കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വണ്ണവും നീളവും ഇപ്പോൾ തന്നെ എടുത്തേക്കാം. കൈ നീളം 1.5 ഇഞ്ചാണ് കൈയിൻ്റെ നീളം. അത് ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ എഴുതി പോവുകയാണ്. കൈ നീളമെന്ന് 1.5 ഇഞ്ച് എന്ന് എഴുതി. അതുപോലെ തന്നെ വണ്ണവും ഞാൻ എടുക്കുകയാണ്. 5 ഇഞ്ച് വണ്ണം, 5ഉം 3.5യുമാണ് വണ്ണം. കൈക്കുഴി ചെറിയ കൈക്കുഴി ആയിരിക്കും. അതിപ്പോൾ നമുക്ക് അളക്കേണ്ട കാര്യം 1 ഇഞ്ചിൽ കൈക്കുഴി അടിച്ചാൽ മതിയാവും. സെപ്പറേറ്റ് ഞാനിപ്പോൾ ഒരു കൈയിൻ്റെ തിയറി ഇതിൽ വരച്ചിട്ടില്ല. കൈക്കുഴി 1.5 ഇഞ്ചിൽ നമുക്ക് കൈക്കുഴിയും വെട്ടാം. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് സ്കേർട്ടിൻ്റെ ഇറക്കം എടുക്കുകയാണ്. സ്കേർട്ടിൻ്റെ ഇറക്കം, അതായത് 01 എന്ന് പറയുന്ന പോർഷൻ ഇവിടെയാണ് 01. അതിപ്പോൾ ഞാൻ അളക്കുകയാണ്. 15 ഇഞ്ചാണ് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ഇറക്കം. അതും ഞാൻ എഴുതി. സ്കേർട്ടിൻ്റെ വീതി, മുകളിലത്തെ വീതിയും വേണം, താഴത്തെ വീതിയും വേണം. മുകളിലത്തെ വീതി ഓൾറെഡി 12 ഇഞ്ചാണ്. സ്കേർട്ടിൻ്റെ വീതി എടുക്കാം, അതായത് 1.3 ആണ് ഞാനിപ്പോൾ ഇതിൽ എടുക്കാൻ പോകുന്നത്. അത് ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള വീതിയാണ് എടുക്കാൻ പോകുന്നത്. 40 ഇതിൻ്റെ താഴത്തെ വീതി. അതിവിടെ ഞാൻ എഴുതുകയാണ്. 40 എന്ന് ഞാനിപ്പോൾ അതിവിടെ എഴുതി. നമ്മൾ ബേബി ഫ്രോക്ക് അംബ്രല്ല കട്ടിങ് തയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അളവുകളും ഫ്രോക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. ഞാനിവിടെ ഒരു ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. 16 = 02 എന്നത്. അതായത് ഇതാണ് 16 എന്ന് പറയുന്ന ഭാഗം. 02 എന്ന് പറയുന്ന ഭാഗം സ്കേർട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗവും ഒരേ അളവായിരിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് ഈ തിയറിയിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ 16 എന്ന് പറയുന്നത് അടിഭാഗ വണ്ണം 12 ഇഞ്ചാണ്. അതുപോലെ തന്നെ 02 എന്ന് പറയുന്നതും 12 ഇഞ്ചാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ അളവായിരിക്കണം വരേണ്ടത്. നമ്മൾ ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒരേ അളവ് വേണം വരാൻ. ഇനി നമുക്ക് നേരെ തുണി എടുക്കാം. തുണിയിൽ എല്ലാ അളവുകളും രേഖപ്പെടുത്തി കട്ട് ചെയ്യാം. ഇത് ഫ്രോക്ക് തയ്ക്കുന്നതിന് വേണ്ടിയുള്ള തുണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1.5 മീറ്ററാണ് ഞാനിത് ബേബി ഫ്രോക്ക് അംബ്രല്ല കട്ടിങ് ഫ്രോക്ക് തയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈനിങ് ബ്ലാക്ക് പീസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 മീറ്റർ ലൈനിങ് തുണിയാണ്. ഇത് ഞാൻ വാഷ് ചെയ്ത് എടുത്തതാണ്. കാര്യം കോട്ടൺ തുണിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രോക്കിന് ലൈനിങ് ഇടാൻ കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്ത് ഇതിൻ്റെ പശ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോൾ ഇത് ചുരുങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയാണ്. അപ്പോൾ നമുക്കിനി ഇതിൽ തുണിയിൽ രേഖപ്പെടുത്തി കട്ട് ചെയ്യാം. തുണി നിവർത്തി കാണിക്കുകയാണ്. 1.5 മീറ്റർ തുണിയാണ്. ഇതിൻ്റെ ചീത്ത വശത്തിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് 2-3 കമൻറ്റ് വന്നായിരുന്നു. അതായത് തുണി നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് നല്ല വശത്തിട്ടാണോ ചീത്ത വശത്തിട്ടാണോ മാർക്ക് ചെയ്യേണ്ടതെന്ന് 2-3 കമൻറ്റ് വന്നായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് തന്നെ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് തയ്ക്കുമ്പോൾ ചീത്ത വശത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാര്യം ചോക്കിൻ്റെയും പേനയുടെയൊക്കെ ആ മാർക്കിംഗ് നല്ല വശത്ത് ഒരിക്കലും വരില്ല. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ചീത്ത വശത്ത് വെച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ തന്നെ എന്ത് തയ്ച്ചാലും ആദ്യമേ നമ്മൾ ബോഡി പാർട്ടാണ് വെട്ടുന്നത്, പിന്നെയാണ് നമ്മൾ സ്കേർട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അംബ്രല്ല കട്ടിങ് ബേബി ഫ്രോക്ക് തയ്ക്കാൻ പോകുന്നത് ആദ്യമേ സ്കേർട്ടിൻ്റെ പീസ് വെട്ടി മാറ്റിയിട്ടാണ് ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത്. കാര്യം ബോഡി പാർട്ട് ആദ്യം കട്ട് ചെയ്ത് നമുക്ക് അംബ്രല്ല കട്ടിങ്ങിനുള്ള തുണി ആവശ്യത്തിന് കിട്ടില്ല. അപ്പോൾ ആദ്യം എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്കേർട്ടിൻ്റെ
പാർട്ടാണ് ആദ്യമേ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് തുണി നേരെ ക്രോസ് ആക്കിയിട്ട് വെട്ടാം. ആദ്യമേ ഞാൻ ഈ 2 ഭാഗം തമ്മിൽ കൂട്ടി എടുക്കുകയാണ്. ഈ 2 ഭാഗം തമ്മിൽ കൂട്ടിയെടുത്തു. നമ്മൾ ചുരി ബോട്ടം വെട്ടുന്നത് പോലെ തന്നെയാണ് ഇതും കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ തുണി നേരെ ഇങ്ങനെ ഇട്ടു, തുണി നേരെ ക്രോസ് ആക്കി എടുക്കുകയാണ്. ചുരി ബോട്ടം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അംബ്രല്ല കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള തുണി ഇടുന്നത്. കറക്റ്റ് ലെവൽ ചെയ്ത് വേണം തുണി ഇടാൻ. അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിലും തുണി ഇങ്ങനെ ചുളുക്കൊന്നുമില്ലാണ്ട് വളരെ ലെവൽ ചെയ്ത് വേണം തുണി ഇടാനായിട്ട്. ഇതിപ്പോൾ വെൽവെറ്റ് ആയതുകൊണ്ട് അവിടെ അവിടെ ചുളുങ്ങി ഇരിക്കും. നമുക്കിനി ഇത് ഇപ്പുറത്തേക്ക് നിവർത്തി ഇടാം. നിവർത്തിയിട്ടു. അതുപോലെ നമുക്ക് സ്കേർട്ടിൻ്റെ 02 എന്ന് പറയുന്ന ഭാഗം ആദ്യമേ രേഖപ്പെടുത്താം. അതായത് 02 എന്ന് പറയുന്ന പോർഷനാണ്. ഇതിലിപ്പോൾ ഞാൻ ഗ്രാഫ് പ്രകാരം ഇവിടെ കാണിക്കുകയാണ്. ഇതാണ് 01 എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് സ്കേർട്ടിൻ്റെ ഇറക്കമാണ്. ഇത് ഗ്രാഫിൽ 01 എന്ന് പറയുന്ന ഭാഗം ഞാനിപ്പോൾ ഇവിടെ വരച്ചു. 02 എന്ന് പറയുന്നത് 02, ഇതാണ് 02. അതുപോലെ തന്നെ 13 എന്ന് പറയുന്ന ഭാഗവും ഇതാണ്. നമുക്കിത് ഈ തിയറി പ്രകാരം ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പ്ലനേഷൻ. അതായത് ഈ സ്കേർട്ടിൻ്റെ ഈ പാർട്ടിൽ 01 എന്ന് പറയുന്നത് സ്കേർട്ട് ഇറക്കമാണ്. അതായത് 01 ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തി, സ്കേർട്ടിൻ്റെ ഇറക്കമാണ്. അതുപോലെ തന്നെ 02 അതുപോലെ സ്കേർട്ടിൻ്റെ വീതി, 02 സ്കേർട്ടിൻ്റെ വീതി. അതുപോലെ തന്നെ 13 എന്ന് പറയുന്നതും സ്കേർട്ടിൻ്റെ താഴത്തെ വീതിയാണ്. ഈ 13 എന്ന് പറയുന്ന ഭാഗം ഇനി നമുക്ക് ഇത് എത്രയാണെന്ന് അളന്ന് രേഖപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ 02 എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യമേ അളക്കാൻ പോകുന്നത്. 02 എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് 02. അപ്പോൾ നമുക്കതിൻ്റെ പകുതി വേണം തുണിയിൽ എടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ 2 മടക്ക് ആക്കി എടുക്കുന്നത്, വീതിയുടെ പകുതിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. നമ്മൾ മൊത്തത്തിലുള്ള അളവായിരുന്നു 12 ഇഞ്ച് എന്ന് എഴുതിയത്. തുണിയിൽ വരുമ്പോൾ നേർ പകുതി വേണം എടുക്കാനായിട്ട്. 12 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് വേണം എടുക്കാൻ. 6ന് കൂടി നമ്മൾ 1/2 ഇഞ്ചും കൂടി കൂട്ടി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ വണ്ണം ഇവിടെയാണ് വരുന്നത്. സ്കേർട്ടിൻ്റെ വീതിയാണ് നമ്മളിപ്പോൾ 6 ഇഞ്ച് ഇവിടെ നിന്ന് രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് 01 അതായത് സ്കേർട്ടിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ഇറക്കം. അത് നമുക്ക് ഇവിടെ നിന്ന് രേഖപ്പെടുത്താം. 15 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ഇറക്കം. നമുക്ക് അതിനെ കൂടി 1 ഇഞ്ചും കൂടി കൂട്ടി 16 ഇഞ്ചിൽ ഞാനിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. 16 ഇഞ്ചിൽ രേഖപ്പെടുത്തി. അപ്പോൾ 01 ഇവിടെയാണ് വരുന്നത്. ഇത്രയും ഇറക്കം ഇല്ല. അപ്പോൾ 01 എന്ന് പറയുന്ന പോർഷനാണ് നമ്മളിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ 013 ആണ് എഴുതാൻ പോകുന്നത്. 40. അപ്പോൾ 40ൻ്റെ പകുതി 20ആണ്. അപ്പോൾ ഇവിടെ 20 കറക്റ്റ് ഈ അറ്റം വരെയാണ് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ താഴത്തെ വീതി. ഇതാണ് 3. അപ്പോൾ 13 നമ്മൾ അതൊരു റൗണ്ടായിട്ട് നമ്മളിതേപോലെ അടയാളപ്പെടുത്തി. ഇനി ഈ 6ൽ നിന്ന് ഈ 02ൽ നിന്ന് നേരെ 3ലേക്കും ഞാൻ ഇങ്ങനെ അളന്നു. അപ്പോൾ നമുക്ക് അംബ്രല്ല സ്കേർട്ടിൻ്റെ എല്ലാ അളവുകളും കിട്ടി. നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഇറക്കത്തിന് കൂടി 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കാര്യം നമ്മൾ അടി
ഒരു പീസ് വെച്ചിട്ടാണ് അടിച്ച് മറിക്കുന്നത്, അല്ലെങ്കിൽ ചുരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മടക്കിയല്ല അടിക്കുന്നത്, പീസ് വെച്ചിട്ടാണ് നമ്മളത് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒന്നും കട്ട് ചെയ്യുകയാണ്. നമുക്കിത് വിടർത്തി എടുക്കാം. അപ്പോൾ അംബ്രല്ല കട്ടിങ്ങിലുള്ള സ്കേർട്ടിൻ്റെ തുണി നമുക്ക് കിട്ടി. 2 പീസ് തുണി നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ വെട്ടി മാറ്റി ഇത് നമുക്കിനി മാറ്റി വെക്കാം. 2 പീസും ഒരേപോലെ നമ്മൾ വെട്ടിയെടുത്തു. ഇതിനി മാറ്റി വെക്കാം. ഇനിയാണ് നമ്മൾ ബോഡി പാർട്ടിലേക്ക് നേരെ പോകുന്നത്. ഈ ബാക്കിയുള്ള തുണിയിൽ നിന്നാണ് നമ്മൾ ബോഡി ഭാഗം വെട്ടിയെടുക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ബോഡി പാർട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് അളന്നിട്ട് നമുക്ക് തുണി നേരെ മടക്കിയിടാം. ആദ്യമേ തന്നെ ഞാൻ ചെസ്റ്റ് എത്രയാണെന്ന് നോക്കുകയാണ്. ചെസ്റ്റ് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 പ്ലസ് അതിനെ കൂടി നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നു. അപ്പോൾ 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് വേണം ഇത് മടക്കാൻ. 7 ഇഞ്ചിൽ ഞാനിപ്പോൾ ഒരു അടയാളം വെച്ചു. ഇത് ഞാൻ നേരെ എന്നിട്ട് തുണി മടക്കി ഇടുകയാണ്. ഞാനിപ്പോൾ ഒരു ഭാഗത്തെ ബോഡി മാത്രമാണ് വെട്ടുന്നത്. ഇത് വെച്ചിട്ടാണ് ബാക്ക് വശം ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പീസാണ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ പീസ് എങ്ങനെ മടക്കിയിട്ടിട്ടുള്ളൂ. ആദ്യമേ തന്നെ ഞാൻ ബോഡി ഇറക്കം എടുക്കുകയാണ്. 01 ബോഡി ഇറക്കം പ്ലസ് 1 ഇഞ്ച്. ബോഡി ഇറക്കം 9 ആണ്. അപ്പോൾ അതിനെ കൂടി 1 ഇഞ്ച് കൂടി കൂട്ടി 10 ഇഞ്ച്. 10 ഇഞ്ചിൽ ഞാൻ രേഖപ്പെടുത്തി. അപ്പോൾ ഇതിൽ 01 എന്ന് പറയുന്നത് ഇതാണ്. 01 എന്ന് പറയുന്ന പോർഷൻ ബോഡി ഇറക്കം പ്ലസ് 1 ഇഞ്ച് 9 ഇഞ്ചായിരുന്നു. അതിനെ കൂടി ഞാൻ 1 ഇഞ്ച് കൂടി കൂട്ടി 10 ഇഞ്ചിൽ ബോഡി ഇറക്കം രേഖപ്പെടുത്തി. ഇനി നെക്സ്റ്റ് 02, അതായത് ഷോൾഡറിൻ്റെ പകുതി. ഷോൾഡർ 8 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 4 ഇഞ്ച്. അത് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്, 4 ഇഞ്ച്. അപ്പോൾ ഇതാണ് 2 എന്ന് പറയുന്ന ഭാഗം. 02 ഷോൾഡർ കിട്ടി. ഇനി 23 എന്ന് പറയുന്നത് കൈക്കുഴി 4.5 ഇഞ്ചാണ്. അതും ഇവിടെ രേഖപ്പെടുത്തി. ഞാനിപ്പോൾ നല്ല വശമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ വെട്ടാൻ നേരത്ത് ചീത്ത വശത്തിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ 23യും കിട്ടി. 23 എന്ന് പറയുന്ന ഭാഗവും കിട്ടി. ഇനി നെക്സ്റ്റ് 45 ചെസ്റ്റിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച്. ചെസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ അളന്ന് എടുത്തിരിക്കുകയാണ്. ചെസ്റ്റ് 6 ഇഞ്ചാണ്. ഇതിൻ്റെ പകുതി 12ൻ്റെ പകുതി 6 പ്ലസ് 1 ഇഞ്ച് ആകുമ്പോൾ 7 ഇഞ്ച്. അപ്പോൾ ഞാനതിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ 4-5 നമുക്ക് ഇതിൽ കിട്ടി. ഇതാണ് 4, ഇതാണ് 5. 4-5 കിട്ടി. നമ്മൾ കൈക്കുഴി വരക്കുകയാണ്. വളരെ കുഴിച്ച് വേണം കൈക്കുഴി വരക്കാൻ. ഇനി അടിഭാഗവണ്ണം എന്ന് പറയുന്നത് 1/6 ആണ്. നമ്മളിനി അടയാളപ്പെടുത്താൻ പോകുന്നത്. 1/6 12 ആണ്. 12ൻ്റെ പകുതി 6 പ്ലസ് 1 7 ഇഞ്ച്. അതും സെയിം തന്നെയാണ്. അതിങ്ങനെ വരച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് 1/6 എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ 01 കിട്ടി. ഇറക്കം പ്ലസ് 1 ഇഞ്ച് 10 ഇഞ്ചിൽ നമ്മൾ വെട്ടി. 02 ഷോൾഡറിൻ്റെ പകുതി. 23 കൈക്കുഴി അളന്നു. 4-5 നമ്മൾ ചെസ്റ്റിൻ്റെ പകുതി ഭാഗം പ്ലസ് 1 ഇഞ്ച് 7 ഇഞ്ചിൽ വെട്ടി. അതുപോലെ തന്നെ 1/6 അടിഭാഗവണ്ണവും അളന്നു. നമ്മൾ കൈക്കുഴി കുഴിച്ച് നേരെ കട്ട് ചെയ്ത് പോവുകയാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റിലാണ് ഇതിപ്പോൾ അംബ്രല്ല കട്ടിങ് പറയുന്നത്. കാര്യം ഈ ഇതിൽ തന്നെ സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് എക്സ്പ്ലനേഷൻ വളരെ ഫാസ്റ്റായി കൊണ്ടുപോകുന്നത്.
നമ്മൾ ഒരു ഭാഗത്തെ ബോഡി വെട്ടിക്കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഇതും കൂടി, ഇതിപ്പോൾ ഇവിടെ തികയില്ല, അപ്പോൾ നമുക്ക് ഇപ്പുറം വശത്തു നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് ആദ്യമേ സ്കേർട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംബ്രല്ല മോഡൽ കിട്ടില്ല. ഇതിൻ്റെ അടിവണ്ണം കുറവേ കിട്ടുള്ളൂ. ആദ്യം ബോഡി ഒരിക്കലും വെട്ടരുത്. സ്കേർട്ട് വെട്ടിയിട്ട് വേണം ബോഡി വെട്ടാൻ. ബോഡി വെട്ടുമ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ്. പക്ഷേ സ്കേർട്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അംബ്രല്ല കട്ടിങ്ങിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പീസ് വെച്ചിട്ട് തന്നെ ലെവൽ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ രണ്ടും രണ്ടളവായി പോവും. ഇത് വെച്ച് തന്നെ ഞാൻ ബാക്ക് ബോഡി വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ രണ്ട് ബോഡിയും കിട്ടി. ഇനി നമുക്ക് കഴുത്തകലം അളക്കാം. ഇതിൽ കഴുത്തകലം 4 ഇഞ്ചാണ്. അപ്പോൾ 4ൻ്റെ പകുതി 2 ഇഞ്ചിലാണ് കഴുത്തകലം കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ഇഞ്ച് കഴുത്തകലത്തിൽ, ഇതിപ്പോൾ ഫ്രണ്ട് വശമാണ് ഞാൻ വെട്ടുന്നത്. ഫ്രണ്ട് കഴുത്തിരിവ് 4 ഇഞ്ചാണ്. അപ്പോൾ 4ൽ ഞാനിപ്പോൾ സ്ക്വയർ കഴുത്താണ് ഇതിന് തയ്ക്കുന്നത്. അപ്പോൾ 4 ഞാൻ രേഖപ്പെടുത്തി. രണ്ട് വശം കഴുത്ത് സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ കട്ട് ചെയ്തെടുത്തു. സ്ക്വയർ കഴുത്ത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്കിലെ കഴുത്ത് യു ആണ്. ബാക്ക് ഇറക്കം, ബാക്ക് കഴുത്തിരിവ് 2 ഇഞ്ചാണ്. ബാക്ക് വളരെ കുറച്ചെടുത്താൽ മതി. കാര്യം ഫ്രണ്ട് ഇത്തിരി ഇറക്കുകയും ബാക്ക് എപ്പോഴും നമ്മൾ കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട് 2 ഇഞ്ച്, അത് യു മോഡൽ. യു മോഡൽ നമ്മൾ വെട്ടി ബാക്കും ഇതേപോലെ ചെറിയൊരു യു മോഡൽ ആക്കി. ഇനിയിപ്പോൾ നമ്മൾ ഈ പീസും മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കൈയാണ് വെട്ടേണ്ടത്. ക്രോസ് പീസിലാണ് ഞാൻ കൈ വെട്ടാൻ പോകുന്നത്. ആദ്യമേ ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് തുണി നിവർത്തി ഇട്ടു. എന്നിട്ട് ഈ ഭാഗം നേരെ ഇങ്ങോട്ടേക്ക് മടക്കി, എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്കും മടക്കി. ഇങ്ങനെയാണ് ക്രോസ് പീസിൽ കൈ വെട്ടുന്നത്. ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ്. ആദ്യമേ ഒരു തുണി ഇങ്ങനെ ത്രികോണത്തിലുള്ള ഒരു തുണി മടക്കിയിട്ടു. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കി, എന്നിട്ട് ഇത് നേരെ ഇങ്ങോട്ടേക്ക് മടക്കി. ഇങ്ങനെയാണ് ക്രോസ് പീസിൽ കൈ നമ്മൾ വെട്ടി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കൈ വെട്ടിയെടുക്കുന്ന ഗുണമെന്ന് വെച്ചാൽ നമുക്ക് താഴത്ത് സ്റ്റിച്ചിങ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലൈനിങ് ഇടേണ്ട ആവശ്യവും ഇല്ല. ഇനിയിപ്പോൾ കൈ നീളം 1.5 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച്, 1/2 ഇഞ്ച് പൊക്കത്ത് അടിക്കാനുള്ള തയ്യൽ തുമ്പ് ഇടാം. 2 ഇഞ്ച്. പിന്നെ വണ്ണം എന്ന് പറയുന്നത് 5ഉം 3.5ഉമാണ്. അപ്പോൾ നമുക്ക് ഒരു 6.5 ഇഞ്ച് വണ്ണത്തിൽ. പ്രത്യേകിച്ച് കൈക്കുഴിയുടെ ഒന്നും ആവശ്യമില്ല. കുഞ്ഞുങ്ങളുടെ കൈയാവുമ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. പിന്നെ കൈക്കുഴിയൊന്നും വെട്ടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ കൈ വെച്ച് കൊടുക്കുകയാണ്. നമ്മളിതേപോലെ കൈ വെട്ടിയെടുത്തു. ഇത് ക്രോസ് പീസിലെ കൈ ഇങ്ങനെയാണ് വെട്ടുന്നത്. അപ്പോൾ ഇതിന് അടിയിൽ സ്റ്റിച്ച് വരുത്തണ്ട. ഇതാണ് കൈ. ഇത് നമ്മൾ നേരെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് ഒരു കൈയും കൂടി ഇതേ മെത്തേഡിൽ തന്നെ വെട്ടി എടുക്കാം. ഇതേപോലത്തെ 2 കൈ ഇതേപോലെ വെട്ടിയെടുത്തു. ഇനി നമുക്ക് വെട്ടേണ്ടത് വള്ളിക്കുള്ള 2 ഭാഗമാണ് വെട്ടേണ്ടത്. ഈ തുണിയിൽ നിന്ന് 2 പീസ് ഞാൻ വള്ളിക്ക് വെട്ടിയെടുക്കുകയാണ്.
ഒരു തുണിയും കൂടി നമുക്ക് വെട്ടിയെടുക്കാം. പീസ് വെട്ടി മാറ്റി. ഇനി നമ്മൾ നേരെ ലൈനിങ് വെട്ടാൻ പോവുകയാണ്. ലൈനിങ് വെട്ടുമ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ തുണി ഇതേ വീതിക്ക് തന്നെ ലൈനിങ് വെട്ടണമെന്നില്ല. ലൈനിങ് വളരെ ലൈറ്റായിട്ട് ഇട്ടാൽ മതി. ഇത്രയും വീതിക്ക് തന്നെ ലൈനിങ് എടുക്കണമെന്നില്ല. ലൈനിങ് 2-3 ചുരുക്കിട്ട് നമുക്ക് എടുത്താൽ മതി. ഇതിൻ്റെ ഇറക്കം മാത്രം നോക്കിയാൽ മതി. സ്കേർട്ടിൻ്റെ ഒറിജിനൽ ഇറക്കത്തിനേലും അല്പം കുറവായിരിക്കണം ലൈനിങ്ങിൻ്റെ ഇറക്കം നമ്മൾ എടുക്കുമ്പോൾ. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് കുറവായിരിക്കണം ലൈനിങ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ലൈനിങ് താഴത്തേക്ക് നീണ്ട് പോരും. അപ്പോൾ ഉദ്ദേശം നമുക്ക് ഇവിടെ വെച്ചിട്ട് അളന്ന് ലൈനിങ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് പോവുകയാണ്. ഇത് 2 പീസാക്കി മാറ്റാം. ലൈനിങ്ങിൻ്റെ തുണി ഇതാണ്. നമുക്കത് മടക്കിയിട്ടിട്ട് ഇതിൻ്റെ ഈ ഷേപ്പിൽ വെട്ടിയെടുക്കാം. അതായത് ഇതിൻ്റെ മുകൾ ഭാഗ വണ്ണത്തിൻ്റെ അളവിൽ വെട്ടിയെടുക്കാം. ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ വെട്ടി മാറ്റാം. ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ മുകൾ ഭാഗ വണ്ണത്തിൻ്റെ വീതിക്ക് ലൈനിങ് ഞാനിപ്പോൾ വെട്ടിയെടുത്തു. ലൈനിങ് ഇത്രയും മതി. അത്രയും അംബ്രല്ല കട്ടിങ്ങിൻ്റെ ലൈനിങ് നമുക്ക് ആവശ്യമില്ല. ഇത് നിലടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീതിക്ക് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് ഈ പീസിൽ നിന്ന് വെട്ടിയെടുക്കാം. ലൈനിങ് ആദ്യമേ ഇങ്ങോട്ടേക്ക് ഒരു മടക്കി അത് തിരിച്ച് ഒന്നുകൂടി മൂട് മടക്കി ഇങ്ങനെ ഇട്ടിട്ട് 2 മടക്കിൽ നമുക്ക് ലൈനിങ് ഒരു പീസ് വെച്ചിട്ട് ഫ്രണ്ട് പീസോ ബാക്ക് പീസോ വെച്ചിട്ട് ഇതും വെട്ടിയെടുക്കാം. ഷോൾഡർ മുറിച്ച് മാറ്റാം. അപ്പോൾ നമ്മുടെ എല്ലാ കട്ടിങ് എല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കട്ടിങ് നമ്മൾ എല്ലാം കഴിഞ്ഞു. 2 പീസ് ഇതേപോലെ കട്ട് ചെയ്യാൻ ഞാൻ വിട്ടുപോയായിരുന്നു. ഇത് നമ്മൾ സിബ് വെച്ചിട്ടാണ് ഈ ഫ്രോക്ക് തയ്ക്കുന്നത്. പുറകിൽ സിബ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ സിബ് അടിച്ചു മറിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 പീസ് തുണിയും കൂടി അതിൽ നിന്ന് വെട്ടി എടുക്കണം. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതിന് നമ്മൾ ഫ്രോക്ക് കട്ടിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം ഇതിന് ഞാൻ കൈയാണ് അടിച്ച് മാറ്റാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കൈ അടിച്ചെടുത്തത്. ഇത് കൈയിൻ്റെ അടിവശവും ഇത് മുകൾ ഭാഗവുമാണ്. അപ്പോൾ ഈ മുകൾ ഭാഗം നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കൈയിൻ്റെ താഴെ സ്റ്റിച്ചിങ് വരുന്നില്ല. രണ്ട് വശവും വെച്ചിട്ട് ഒരുമിച്ച് വേണം അടിക്കാനായിട്ട്. ഇതാണ് കൈ. ഇത് കൈയിൻ്റെ അടിഭാഗമാണ്. ഈ അടിഭാഗത്ത് സ്റ്റിച്ച് വരാതെയാണ് നമ്മൾ കൈ വെട്ടിയെടുത്തത്. ഇതുപോലെ നമുക്ക് മറ്റേ കൈയും അടിച്ചെടുക്കാം. കൈയും നമ്മൾ ഒരേപോലെ അടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ വി പോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ കൈ ഇപ്പോൾ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നേരെ ബാക്കിൽ നമ്മൾ വള്ളി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വള്ളി കെട്ടുമല്ലോ, അതിൻ്റെ പീസ് നമുക്ക് അടിച്ച് മറിച്ചെടുക്കാം. ഈ തുണി
ഇങ്ങനെ രണ്ടാക്കി മടക്കണം ആദ്യമേ തന്നെ. എന്നിട്ട് ഈ അറ്റത്തു നിന്ന് അടിച്ച് ഇവിടെ നിന്ന് വി പോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതൊരു ഈർക്കിൽ കൊണ്ട് നമുക്ക് അടിച്ച് മറിച്ച് എടുക്കാം. ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് കുത്തി എടുക്കാം. ഈർക്കിലിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട്, അപ്പം നല്ല വശം പുറമേ വരികയും ചീത്ത വശം ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് നമ്മൾ ബാക്കിൽ കെട്ടുവെക്കുന്ന ഒരു പീസാണ് ഇത്. ഇതുപോലെ നമുക്ക് മറ്റേ തുണിയും അടിച്ചു മറിച്ച് എടുക്കാം. രണ്ട് വള്ളിയും ഇതേപോലെ നല്ല വശം പുറത്ത് വരത്തക്ക രീതിയിൽ ഈർക്കിൽ കൊണ്ട് അടിച്ചു മറിച്ചെടുത്തു. നിങ്ങൾക്കിപ്പോൾ ഈർക്കിൽ കൊണ്ട് അടിച്ചു മറിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ ഇതിങ്ങനെ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നേരെ ഞാൻ ആദ്യമേ തന്നെ ഫ്രണ്ട് പീസ് അടിക്കുകയാണ്. കഴുത്ത് അടിച്ചു മറിക്കുകയാണ്. ആദ്യമേ തന്നെ ലൈനിങ് നിവർത്തിയിട്ടു. എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശം ഉള്ളിലേക്ക് വെച്ചിട്ട്, നല്ല വശം ഉള്ളിലേക്ക് വെച്ചിട്ട് ചീത്ത വശത്തിട്ട് അടിക്കുകയാണ്. ലൈനിങ്ങിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. സ്ക്വയറാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ലൈനിങ് നമുക്ക് ഇങ്ങനെ വെട്ടിക്കളയാം. കഴുത്തിൽ നിന്ന് ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് എന്നിട്ട് ഈ അറ്റത്ത് ഒരു ചെറിയ കുനിപ്പിടാം. ഇതല്ലെങ്കിൽ അടിച്ചു മറിച്ച് കിട്ടില്ല. ഈ എൻഡിങ്ങിൽ ഓരോ കുനിപ്പ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നേരെ പതിച്ചടിക്കാം. നേരെ ലൈനിങ് പീസിൽ പതിച്ചടിക്കുകയാണ്. എന്നിട്ട് നമുക്കിനി നല്ല വശത്ത് കൂടി അടിക്കാം. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. പതിച്ചടിച്ചില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ലെവലായിട്ട് തുണി കിട്ടില്ല.
അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് നമ്മൾ സ്ക്വയർ അടിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് അടിക്കാം. ബാക്ക് കഴുത്ത് നിവർത്തി വെച്ചു. ഒരുമിച്ച് വെച്ചിട്ട് വേണം കഴുത്ത് അടിക്കാൻ. ഷോൾഡർ ഒരുമിച്ച് കൂട്ടിയിട്ട് വേണം കഴുത്തടിക്കാൻ. ഇതേപോലെ റൗണ്ട് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ലൈനിങ് വെട്ടി മാറ്റി റൗണ്ട് കഴുത്താകുമ്പോൾ ഒരു ഇഞ്ചിൽ വിട്ട് വേണം ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ. സ്ക്വയർ ആകുമ്പോൾ നമുക്ക് 2 മൂല മാത്രം കട്ട് ചെയ്താൽ മതി. ഈ റൗണ്ട് ആകുമ്പോൾ ഇതിങ്ങനെ ഓരോ ഇഞ്ചിലും ഇടവിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഇനി ഒന്ന് പതിച്ചടിക്കാം. ലൈനിങ്ങിൽ പതിച്ചടിക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിലിട്ട് ഒരിക്കലും കൊള്ളാണ്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ സ്റ്റിച്ച് കട്ടായി പോവുകയും പിന്നെ നമ്മുടെ കഴുത്ത് ആകെ ഇതായി പോവുകയും ചെയ്യും. അപ്പോൾ വെട്ടുമ്പോൾ സൂക്ഷിച്ച് വേണം വെട്ടാനായിട്ട്. ഇപ്പോൾ നമ്മൾ പതിച്ചടിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ അടിക്കുന്നില്ല. അത് നമ്മൾ ഷോൾഡർ കൂട്ടി കഴിയുമ്പോഴാണ് ഈ കഴുത്ത് അടിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇതിന് സിബ് പിടിപ്പിക്കണം. അപ്പോൾ അതിനാദ്യമേ ഞാനിവിടെ നടുക്ക് കട്ട് ചെയ്യുകയാണ്. തുണി നേരെ ഇട്ടിട്ട് വേണം നടുക്കുന്ന് കട്ട് ചെയ്യാൻ. നമുക്കിനി ഇത് ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇടാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കുന്ന് ഞാൻ ഇങ്ങനെ മുറിക്കുകയാണ്. ഇങ്ങനെ മുറിച്ചെടുത്തു. എന്നിട്ട് ആദ്യമേ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം ഇങ്ങനെ രണ്ടും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ 2 പീസ് കട്ട് ചെയ്ത് എടുക്കണമെന്ന്. ഞാനത് കട്ടിങ്ങിൽ കാണിക്കുവാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പീസ് വെട്ടി മാറ്റിയെടുത്തു. നമുക്കത് ഇവിടെ ഇങ്ങനെ 1/2 ഇഞ്ചിൽ അടിച്ചു കൊടുക്കാം. നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അവസാനത്തുമ്പോൾ ഇതിങ്ങനെ മുറിച്ച് മാറ്റി ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് നേരെ തുറന്ന് ഇത്തിരി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇത്രയും ആവശ്യമില്ല. എന്നിട്ടിത് ആദ്യമേ തന്നെ നമുക്ക് പതിച്ചടിക്കാം. ഈ തുണിയുടെ പുറത്തിട്ട് പതിച്ചടിക്കാം. എന്നിട്ടിനി ഇത് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം.
ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിലൂടെയാണ് നമ്മളിനി സിബ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസിലും ഇവിടെയും ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തുണി വെച്ച് മടക്കി തയ്ക്കാം. അപ്പോൾ രണ്ട് വശവും ഇതേപോലെ ഒരേപോലെ അടിച്ചെടുത്തു. ഇനി സിബ് വെക്കുകയാണ്. സിബ് വെക്കുമ്പോൾ ആദ്യം സിബ് ഇങ്ങനെ നിവർത്തി ഇടുക. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ പീസ് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് മറ്റേ പീസ് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അടിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വെള്ള വരെയുള്ള പോയിൻ്റ് ഇങ്ങനെ മടക്കി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഈ സിബിൻ്റെ ഈ അറ്റത്ത് തുണി വെച്ചിട്ട് വേണം ഇതേപോലെ മറ്റേ പീസും നമുക്കിങ്ങനെ വെച്ച് അടിക്കാം. ഇതേപോലെ ഉള്ളിലേക്ക് ഇത് മടക്കി ബാക്കിയുള്ള സിബ് നമുക്ക് വെട്ടിക്കളയാം. സിബ് താഴത്തേക്ക് ഇങ്ങനെ ഇറക്കരുത്, ഇടണമെങ്കിൽ സിബ് ഇറങ്ങിപ്പോവും. അപ്പോൾ സിബ് എപ്പോഴും കൂട്ടി തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് വശത്ത് സിബ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം. ഷോൾഡർ കൂട്ടുകയാണ്. ഫ്രണ്ട് വശം ഇതേപോലെ നിവർത്തിയിട്ടു. ബാക്ക് വശത്തിൻ്റെ നല്ല വശം ഞാനിപ്പോൾ നിവർത്തിയിട്ടു. എന്നിട്ട് ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശം ഇതിങ്ങനെ നമുക്ക് അടിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടില്ല, സിബ് വെച്ചത് കൊണ്ടാണ്. അപ്പോൾ ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടി യോജിപ്പിച്ചിട്ട് ഈ ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ കൂട്ടുകയാണ്. അപ്പോൾ ചുരിദാറിനൊക്കെ ഷോൾഡർ കൂട്ടുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെയും ഷോൾഡർ കൂട്ടുന്നത്. സിബ് വെച്ചതുകൊണ്ട് ഇതിങ്ങോട്ട് അടിച്ച് മറിച്ച് നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇപ്പുറത്തെ ഇതും കൂട്ടാം. നല്ല വശവും വെച്ചിട്ട് ഈ ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് അടിക്കാം.
2 ഷോൾഡറും ഇതേപോലെ അടിച്ചെടുത്തു. നമുക്കിനി ഇത് നിവർത്തിയെടുക്കാം. അപ്പോൾ നിവർത്തിയെടുത്തപ്പോൾ 2 ഷോൾഡറും ഉള്ളിലേക്ക് പോയി. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഷോൾഡർ പെട്ടെന്ന് നമ്മൾ കുട്ടികൾക്ക് ഉടുപ്പ് ധൃതിക്കൊക്കെ ഇടുമ്പോൾ ഷോൾഡറിൻ്റെ ആ തയ്യൽ വിട്ടുപോകും. ഇനി നമുക്ക് ബാക്കിലെ ഈ വശം അടിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ ഷോൾഡറിൻ്റെ ഈ വശത്തു നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം. നമ്മൾ നേരത്തെ പതിച്ചടിച്ചത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിനി കഴുത്ത് അടിക്കാൻ പറ്റും. നമുക്കൊന്ന് മെഷീൻ പൊക്കി കൊടുത്തിട്ട് വേണം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ. ഒരു സിബ് ഉള്ളത് കൊണ്ട് മെഷീൻ ഒന്ന് പതിയെ പൊക്കി കൊടുക്കണം. നമ്മൾ ഇനി സ്റ്റിച്ചൊന്ന് അഴിച്ചു. അപ്പോൾ നമ്മൾ ഈ കഴുത്തും ഇങ്ങനെ അടിച്ചെടുത്തു. ഷോൾഡറും ഇതേപോലെ ഷോൾഡറിൻ്റെ ഇവിടെയും ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തു. നമ്മൾ നേരെ കൈ വെക്കുകയാണ്. അപ്പോൾ ഈ 2 കൈക്കുഴിയും ഒരേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ചെറിയ വേരിയേഷൻ വരും. നമുക്ക് നേരെ ഇനി കൈ വെക്കാം. കൈ വെക്കാൻ പോവുകയാണ്. ഇതൊന്ന് ലെവൽ ചെയ്തൊന്ന് വെട്ടി കൊടുക്കാം. ചില വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഞാൻ നേരത്തെ കൈൻ്റെ ഈ ഭാഗം ഇങ്ങനെ അറ്റത്ത് ഒരു വി പോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നടുക്ക് വെച്ചിട്ട് വേണം കൈൻ്റെ ഈ അറ്റം മുതൽ അടിക്കാനായിട്ട്. അല്ലെങ്കിൽ കൈ വ്യത്യാസം വരും. നമ്മൾ നടുക്ക് ഭാഗം ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ പിടിച്ച് ഈ അറ്റം മുതൽ നമുക്ക് അടിച്ച് തുടങ്ങണം. അല്ലെങ്കിൽ കൈ വണ്ണം എടുക്കുമ്പോൾ അത് കറക്റ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ ഈ കൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ അടിപ്പില്ല. നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോഴാണെങ്കിലും നൈറ്റി തയ്ക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ താഴെ സ്റ്റിച്ചിങ് ഉണ്ടാവും. അപ്പോൾ ഇതിന് താഴെ സ്റ്റിച്ചിങ് ഇല്ല. നമ്മളങ്ങനെയാണ് കൈ വെട്ടി എടുത്തത്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഞാനിപ്പോൾ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്, ചുരിദാർ കാണിച്ചു തരുമോ, ചുരി ബോട്ടം കാണിച്ചു തരുമോ എന്ന്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഇനി ഇപ്പുറവശവും അടിച്ചെടുക്കാം. അടിച്ചെടുത്തു. ഇനി നമുക്ക് നേരെ കൈ വണ്ണം അളന്ന്, ഇത് വളരെ ചെറിയ കൈയാണ് നമ്മൾ വെച്ചത്. ഇനി ഇതിൻ്റെ കൈ വണ്ണം അളന്ന് താഴത്തേക്ക് നമുക്ക് അടിച്ചു പോവാം. ഇതൊരുമിച്ചിട്ടിട്ട് വേണം കൈ വണ്ണം അളക്കാൻ. കൈ വണ്ണം ഇവിടെ 5ഉം 3.5യുമാണ്. അപ്പോൾ താഴെ 3.5യും അടിയിൽ 5 ഇഞ്ചുമാണ്. നമുക്കതിങ്ങനെ അടിക്കാം. അടിഭാഗത്തെ വണ്ണവും ഞാൻ എടുക്കുകയാണ്. 12 ഇഞ്ചാണ് അടിഭാഗത്തെ വണ്ണം. അതും ഞാനിവിടെ 12 ഇഞ്ചിൽ കൂടി ഇങ്ങനെ അടിക്കാം. ഇതുപോലെ നമുക്ക് ഈ വശവും ഇതേപോലെ
അടിച്ചു കൊടുക്കാം. കൈവണ്ണം ഇവിടെ 3.5 ഇവിടെ 5 നമുക്കതിങ്ങനെ അടിക്കാം. ലെവൽ ചെയ്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. കൈയും അടിച്ചു. നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരെ സ്കേർട്ടിൻ്റെ ഭാഗത്തിലേക്ക് പോവുകയാണ്. ലൈനിങ് പീസ് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ 2 ലൈനിങ് പീസും ഒരുപോലെ വെച്ചിട്ട് ഈ ഒരു വശം ആദ്യമേ അടിക്കുകയാണ്. അതിനെ ഒരടിപ്പടിച്ചു. ഇനി നേരെ ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാം. അടിഭാഗം മടക്കി അറ്റം വരെ തയ്ക്കാം. ഇതേപോലെ അറ്റം വരെ ഇതിങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ നല്ല വശം ഇതേപോലെ തന്നെ 2 പീസും കൂടി ആദ്യമേ കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിച്ചു. ഇനി ഞാൻ അടിഭാഗം മടക്കി തയ്ച്ചു പോവുകയാണ്. ഇതിപ്പോൾ പഞ്ഞി പോലത്തെ തുണി ആയതുകൊണ്ട് ഞാൻ അടിഭാഗം ഒരു 1/4 ഇഞ്ചിൽ മടക്കി തയ്ക്കുകയാണ്. നിങ്ങൾ വാങ്ങുന്ന തുണി കട്ടിയുള്ളതാണെങ്കിൽ അത് അടിച്ച് ഒരു പീസ് വെച്ച് അടിച്ച് ഉള്ളിലേക്ക് മറിച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ വളരെ സോഫ്റ്റ് തുണി ആയതുകൊണ്ട് ഞാനിപ്പോൾ 1/4 ഇഞ്ച് മടക്കി അടിഭാഗം അടിച്ച് പോവുകയാണ്. അംബ്രല്ല കട്ട് ആയതുകൊണ്ട് തുണി വളച്ച് വേണം ഇങ്ങനെ അടിച്ചു പോവാൻ. നമുക്ക് ലെവൽ ചെയ്ത് ഒരിക്കലും അടിക്കാൻ പറ്റില്ല. തുണി ഇടക്ക് മടക്കി വളവനുസരിച്ച് മടക്കി കൊടുക്കണം. അറ്റം വരെ അടിച്ചു കൊടുക്കുക. അറ്റം വരെ ഇതേപോലെ ഒരു യു ഷേപ്പിൽ അടിഭാഗം ഫുൾ അടിച്ചെടുത്തു. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ലൈനിങ് തുണി കൂട്ടാം. ഇത് നിവർത്തിയിടാം. എന്നിട്ട് അടിച്ചു വെച്ച ആ ലൈനിങ് തുണി നടുക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ നല്ല വശം ഇവിടെ വരത്തക്ക രീതിയിൽ ഈ നടുക്കുന്ന് തുടങ്ങാം. ഈ 2 നടുക്ക് ഭാഗവും തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് ഇനി ഈ തുണിയുമായിട്ട് ഇത് കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ലൈനിങ് അടിക്കുമ്പോൾ എപ്പോഴും ഇത് ഇറങ്ങി താഴത്തേക്ക് പോരാൻ പാടില്ല. ഇതിൻ്റെ മേലെ വേണം ലൈനിങ് നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ഇനി കൂട്ടി യോജിപ്പിക്കുകയാണ്. ആദ്യമേ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് ഒരു സൈഡ് കുറച്ച് സ്റ്റിച്ച് അഴിച്ച് കളയാം. എന്നിട്ട് വേണം സ്റ്റിച്ച് തുടങ്ങാനായിട്ട്. എന്നിട്ട് ഈ അറ്റം ഈ ഭാഗത്ത് കൊണ്ടുവരിക. അതായത് ഒരു ഭാഗം നമ്മൾ ഇവിടെ സ്റ്റിച്ചിങ്ങിന് അഴിച്ചായിരുന്നു. പിന്നെയുള്ള ഈ ഭാഗം ഇതിൻ്റെ നടുക്ക്, അതായത് ഈ സ്കേർട്ട് ഭാഗത്തിൻ്റെ നടുക്ക് കൊണ്ടുവന്നിട്ട് വേണം സ്റ്റിച്ചിങ് ഈ അറ്റത്തുനിന്ന് തുടങ്ങാൻ. നല്ല വശവും കൂടിയാണ് ഇത് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്.
ഏറ്റവും മുതൽ നമുക്കിങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങാം. അറ്റം വരെ അടിക്കാം. നമ്മൾ ഇത് ഈ രണ്ട് സ്കേർട്ടിൻ്റെ വശവും ബോഡിയുടെ ഭാഗവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇതേപോലെ സിബിൻ്റെ വശത്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അടിപ്പ് ഫുൾ അടിച്ചെടുത്തു. ഞാനിപ്പോൾ ഫുള്ള് കാണിക്കാത്തത് വീഡിയോ വളരെയധികം വലുതായി പോകുന്നത് കൊണ്ടാണ്. ഇത് പെട്ടെന്ന് ഞാൻ അടിച്ചു നിർത്തി കാണിച്ചിട്ട് പിന്നെ അവസാന ഭാഗം എടുത്ത് കാണിക്കുന്നത്. ഇത് അറ്റം വരെ നമുക്ക് അടിച്ച് ഒരടിപ്പും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇതടിക്കാൻ നേരത്ത് ഞാൻ ഇവിടെ തന്നെ ഇത് വെച്ച് പോവുകയാണ്. ഈ ഒരു വശത്ത് ഞാൻ വെച്ച് പോവുകയാണ്. ഇപ്പുറം വശം ഇവിടെ അഴിച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഈ വള്ളിയുടെ ഈ വശമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. അതായത് ഇതിങ്ങനെ വെച്ചിട്ട് ഈ അറ്റത്ത് ഇങ്ങനെ ഞാൻ വെക്കുകയാണ്. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് പുറത്തേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ്ങിൻ്റെ പീസും നല്ല വശവും കൂടി നമുക്കിങ്ങനെ അടിച്ച് കൊടുക്കാം. നമുക്ക് ഇപ്പുറത്തെ വശത്തും ഈ വള്ളി വെച്ച് കൊടുക്കാം. അതിനെ ഇവിടുത്തെ ഒരു അടിപ്പൊന്ന് വിടിയിച്ചാൽ മതി. ഇതേപോലെ കുറച്ച് സ്റ്റിച്ച് നമുക്ക് വിടിയിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് നേരെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്കിവിടെ ഈ സ്റ്റിച്ചും ഒന്ന് ആ വിടിയിപ്പിച്ച ഭാഗം വള്ളി ഉള്ളിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. വള്ളി ഇങ്ങനെ കറക്റ്റ് ഈ അറ്റത്ത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇവിടെയും വള്ളി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇനിയിപ്പോൾ എല്ലാ സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഈ ഫ്രോക്ക് നിവർത്തിയെടുക്കാം. നമ്മൾ രണ്ട് വള്ളിയാണ് നമ്മളിപ്പോൾ അടിച്ചെടുത്ത രണ്ട് വള്ളിയാണ്. അപ്പോൾ എല്ലാ സ്റ്റിച്ചിങ് കഴിഞ്ഞ അവസാനം ഇവിടെ ഇത്തിരി സ്റ്റിച്ച് വിടിപ്പിച്ച് കളഞ്ഞിട്ട് ഈ വള്ളി പിടിപ്പിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ രണ്ട് കുഞ്ഞി കൈയാണ് വെച്ചത്, വളരെ ചെറിയ കൈയാണ് വെച്ചത്. സ്ക്വയറിൽ കഴുത്തടിച്ചു. അതുപോലെ തന്നെ സിബ്, ഈ ബേബി അംബ്രല്ല കട്ട് ബേബി ഫ്രോക്കിന് സിബ്, ഇതേപോലെ സിബ് വെച്ചു. പിന്നെ അടിഭാഗം ഇത്രയും വീതിക്ക് അടിഭാഗവും നമുക്ക് കിട്ടി. അംബ്രല്ല കട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളരെയധികം വീതിക്കിരിക്കും. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിൽറ്റോ അല്ലെങ്കിൽ കല്ലോ എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ സിമ്പിളായിട്ട് ഒരു അംബ്രല്ല കട്ട് ബേബി ഫ്രോക്കാണ് നിങ്ങൾക്ക് കാണിച്ച് തന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത അംബ്രല്ല ഫ്രോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.